മലയാള സിനിമയിൽ വർണ്ണവിവേചനം നിലനിൽക്കുന്നുണ്ട് എന്ന് തുറന്നടിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് നടൻ സന്തോഷ് പണ്ഡിറ്റ്. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് സന്തോഷ് പണ്ഡിറ്റ് ഇക്കാര്യങ്ങൾ വിവരിക്കുന്നത്. കേരളത്തിൽ വർണ്ണവിവേചനം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ എന്നൊരു വിഷയം ഇപ്പോൾ ചർച്ച ചെയ്യുകയാണല്ലോ. എന്റെ സ്വന്തം അനുഭവം വെച്ച് പറയട്ടെ എന്ന് തുടങ്ങുന്ന പോസ്റ്റ് ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നുപോകുന്നു. ജീവിതത്തിൽ അനുഭവിച്ച വർണ്ണവിവേചനത്തിന്റെ അനുഭവങ്ങൾ സന്തോഷ് പണ്ഡിറ്റ് ഈ പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. പത്രങ്ങളുടെ മാട്രിമോണിയിൽ കോളത്തിൽ സൗന്ദര്യം ഉള്ളവർ മാത്രം അപേക്ഷിക്കുക എന്ന് കാണാറില്ലേ? പല ജോലികളുടെയും നോട്ടിഫിക്കേഷൻസ് നോക്കൂ, ഫെയർ ആൻഡ് ഹാൻസം, ചാമിങ് മതി പലർക്കും എന്നിങ്ങനെ സിനിമയ്ക്ക് പുറത്തേക്കും സന്തോഷ് പണ്ഡിറ്റ് വിമർശനം ഉയർത്തുന്നു. ഒരു നായകന് വേണ്ട സൗന്ദര്യം ഇയാൾക്കില്ല, ഇങ്ങേരുടെ പല്ല് ശരിയല്ല, മൂക്ക് ശരിയല്ല, ഇയാൾ കണ്ണാടി നോക്കാറില്ലേ? ഞാൻ പങ്കെടുക്കാത്ത ഒരു TV ഷോയ്ക്കിടയിലും ഏതോ ഒരു ഡാൻസ് മാസ്റ്ററും കുറെ മിമിക്രിക്കാരും ഇങ്ങനെ പറഞ്ഞു എന്നും സന്തോഷ് പണ്ഡിറ്റ് പോസ്റ്റിൽ വ്യക്തമാക്കുന്നു. അതുപോലെ തന്നെ മലയാള സിനിമയിലെ താരങ്ങളെയും സന്തോഷ് പണ്ഡിറ്റ് വ്യക്തമായി വിമർശിക്കുന്നുണ്ട്. കേരളത്തിലെ മൊത്തം സൂപ്പർ താരങ്ങളും ഒറ്റ നോട്ടത്തിൽ സായിപ്പന്മാരെ പോലെ ഇരിക്കുന്ന സുന്ദര കുട്ടപ്പന്മാരാണ്. മൊത്തം നായികമാരും അതിസുന്ദരികളും ആണ്. മലയാള സിനിമയിൽ കറുത്ത നിറമുള്ളവരെയും സൗന്ദര്യം കുറഞ്ഞവരെയും സാധാരണ വട്ടനോ പൊട്ടനോ കോമാളിയോ വില്ലനോ ആയിട്ടാണ് അവതരിപ്പിക്കാറുള്ളത്. ഇത്തരം ആളുകൾ നായകനായി വന്നാൽ അത് അംഗീകരിക്കുവാൻ പലർക്കും മടിയാണ്. എന്നാൽ സൗന്ദര്യം കുറഞ്ഞവർ സ്വയം കോമാളി വേഷം കെട്ടിവരികയോ ഹീറോയിസം ഒട്ടും ഇല്ലാത്ത വിവരം കുറഞ്ഞ സാമൂഹ്യബോധം കുറഞ്ഞ കഥാപാത്രങ്ങളായി ഓഡിയൻസിന് മുന്നിൽ വന്നാൽ അവരിത് സ്വീകരിക്കും, ഹിറ്റാക്കും. കരുമാടിക്കുട്ടൻ, വടക്കു നോക്കിയന്ത്രം, ചിന്താവിഷ്ടയായ ശ്യാമള, വാസന്തിയും ലക്ഷ്മിയും, പിന്നെ ഞാനും, കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ, എക്സെട്ര എക്സെട്ര എന്നിങ്ങനെ സന്തോഷ് പണ്ഡിറ്റിന്റെ പോസ്റ്റ് നീളുകയാണ്. മലയാള സിനിമയിലെ പല സൂപ്പർ താരങ്ങളെയും ഉദ്ദേശിച്ചുകൊണ്ടാണോ സന്തോഷ് പണ്ഡിറ്റിന്റെ ഈ പോസ്റ്റ് എന്ന് വ്യക്തമല്ല. അതുപോലെ തന്നെ തമിഴ് സിനിമയിലെ താരങ്ങളെയും സന്തോഷ് പണ്ഡിറ്റ് കളിയാക്കുന്നുണ്ട്. തമിഴിലെയും മറ്റു ഭാഷയിലെയും സൗന്ദര്യം കുറഞ്ഞ സൂപ്പർ സ്റ്റാർസ് അബദ്ധത്തിൽ കേരളത്തിലെങ്ങാനും ജനിച്ചവരാണെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? കളിയാക്കലുകളും വർണ്ണവിവേചനവും സഹിക്കാനാകാതെ അവരെല്ലാം പണ്ടേ ആത്മഹത്യ ചെയ്തേനെ. ഞാനിതിന് പരിഹാരമായാണ് എന്റെ സിനിമയിൽ 8 നായികമാരെ വെക്കുന്നത് എന്നും സന്തോഷ് പണ്ഡിറ്റ് പോസ്റ്റിൽ വ്യക്തമാക്കുന്നു. തിയേറ്ററുകളിൽ നിറഞ്ഞോടുന്ന സുഡാനി ഫ്രെയിം നൈജീരിയ എന്ന ചിത്രത്തിലെ നായക കഥാപാത്രമായ സാമുവൽ ഉയർത്തിയ ആരോപണമാണ് കേരളത്തിലെ വർണ്ണ വംശീയ ചിന്തകളെക്കുറിച്ച് വലിയ ചർച്ചകൾക്ക് ഇപ്പോൾ വഴി തുറന്നിരിക്കുന്നത്.